राज्याभिषेकं दीपम स्वामी അവിടെ പമ്പ കഴിഞ്ഞെത്തിയപ്പോൾ പോലീസുകാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ആ യാത്രയെ തടഞ്ഞു. ഇത് ഏതെങ്കിലും തരത്തിൽ ഇരുമുടിക്കെട്ടുമായിട്ട് വരുന്ന ഗോമാതാവിനെ നിങ്ങൾ തടഞ്ഞാൽ തലമുറകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അധികാരവർഗ്ഗങ്ങൾ ഞെട്ടി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഏറെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഉള്ളത്. ഇരുമുടിക്കെട്ടുമായി ആദ്യം ശബരിമല കയറിയ ഒരു ഗോവിനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. കയറാനുള്ള സാഹചര്യം എന്താണെന്നുള്ളതും ഈ വീഡിയോ കൂടി വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുന്നുണ്ട്. കാശ്മീരിൽ നിന്ന് തുടങ്ങിയ പദയാത്ര ഇന്ന് നമ്മുടെ തലവൂർ, കൊല്ലം ജില്ലയിൽ തലവൂർ എത്തി നിൽക്കുകയാണ്. അപ്പോൾ വളരെ വലിയ സ്വീകരണം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. വിശ്വ ഹിന്ദു പരിഷത്ത്, അതേപോലെ ക്ഷേത്ര സംരക്ഷണ സമിതി, ഗോസേവാ സമിതി, ഹിന്ദു ഐക്യവേദി എല്ലാം കൂടെ ചേർന്നിട്ട് വളരെ വലിയ സ്വീകരണമാണ് കേരളത്തിൽ കയറിയത് മുതൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ യാത്ര അവസാനിക്കുന്നത് നമ്മുടെ കന്യാകുമാരിയിലാണ്. അപ്പോൾ തലവൂരുള്ള നമ്മുടെ കുര എന്ന് പറയുന്ന ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ എത്തി നിൽക്കുകയാണ്. ശബരിമല ദർശനം പൂർത്തിയാക്കി എത്തുന്നത് ഇവിടേക്കാണ്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ ശബരിമലയിൽ ആദ്യം ഇരുമുടിക്കെട്ടുമായിട്ട് കയറിയ ഗോവിനെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. നേരെ വീഡിയോയിലേക്ക്. जय गौ माता। ये पृथ्वी की रक्षा, गाय के रक्षा, पर्यावरण के रक्षा के लिए ये कश्मीर से लेकर कन्याकुमारी पदयात्रा, ये देशी गाय के साथ, ये देशी गाय ने, ये पुंगनूर गाय है, ये अपना गाय के संतति को बचाने के लिए 6 महीने ये पदयात्रा में भाग ले रहा है। 4900 किलोमीटर का पदयात्रा है ये। 6 महीने 14 राज्य में है। ये सभी, ये पंचगव्य से हम बहुत सेहतमंद बच सकते। ये गाय बचे तो ये पृथ्वी बचता, ये गाय बचे तो हम सबका पीढ़ी बचता। ये सब जो राजीव दीक्षित जी ने हमारा को ये सब बताया, गाय के बारे में, गाय का महत्व बताया, गाय के पंचगव्य से जो हम लोग अपना हेल्थ के सुधारने के लिए जो राजीव दीक्षित ने बताया वो सब पालन करना। जो राजीव दीक्षित का पूरा शिष्य है, ये ज़्यादा से ज़्यादा लोग तक पहुंचाना। ये गाय के पदयात्रा, ये गाय की रक्षा हम सब का कर्तव्य है। ये गाय एक जानवर नहीं होता, ये गाय हम सबका जान है। ये गाय एक प्राणी नहीं होता, ये हम सबका प्राण है। ऐसे प्राण को, ऐसे जान को बचाना हम सब का कर्तव्य बनता। देशवासियों, आप सबसे विनती है, प्लीज सेव द कौ एंड सेव अवर अर्थ। भारत माता की जय। बालकृष्ण गुरुस्वामी, हैदराबाद, तेलंगाना स्टेट। നമ്മുടെ ക്ഷേത്രത്തിൽ പരിഹാരക്രിയകൾ നടക്കുന്ന ഈ സമയത്ത്, ഈ പുണ്യസമയത്ത് കാശ്മീരിൽ നിന്നും ആരംഭിച്ച ഗോരക്ഷാ യാത്ര, പദയാത്ര ശബരിമല ദർശനത്തിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഭാരതത്തിൽ ഏതാണ്ട് 14 സംസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് പല പുണ്യതീർത്ഥങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിച്ച് അവിടെയെല്ലാം പങ്കെടുത്ത് കടന്നു വന്നിരിക്കുന്ന ഗോമാതാവിന് നമ്മുടെ ക്ഷേത്രത്തിൽ ഭഗവാന്റെ അനുഗ്രഹമെന്നേ പറയാനുള്ളൂ. ഈ പുണ്യസമയത്ത് നമ്മുടെ ഉത്സവവും പരിഹാരക്രിയകളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഈ പുണ്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുന്നത് ഭഗവാന്റെ അനുഗ്രഹം, അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നമ്മുടെ നാടിനുണ്ട് എന്നതിൻ്റെ തെളിവാണ്. ആ സമയത്ത് തന്നെ എത്തിച്ചേർന്നതിൽ വളരെ സന്തോഷം. ഈ യാത്ര നയിക്കുന്ന ആചാര്യ ബാലകൃഷ്ണ സ്വാമിജിക്കും അതിൻ്റെ
സഹപ്രവർത്തകർക്കും എല്ലാവിധ ആശംസകളും. മാർച്ച് 27-ന് കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ഈ യാത്രയ്ക്ക് എല്ലാ ആശംസകളും ഗോരക്ഷാ പ്രസ്ഥാനത്തിനും എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ നാട്ടിൻ്റെ പേരിലും ക്ഷേത്രത്തിൻ്റെ പേരിലുമുള്ള എല്ലാ ആശംസകളും അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. खुरा श्री कृष्ण स्वामी टेम्पल के अध्यक्ष जी और हमारे गोपाल कृष्णा जी और यहाँ के जो मिलिट्री रिटायर्ड है वो जो साइकिल यात्रा करे हमारा रंजीत जी, श्रीजीत जी, बहुत सारे मिलिट्री के लोग यहाँ पे हैं. मैं बहुत संतुष्ट हूँ कि देश के लिए आप घर छोड़ के देश के लिए काम करे से लोग यहाँ पे केरला में बहुत ज़्यादा है. तो आप सबको धन्यवाद. मैं हमारा प्रेसिडेंट जी से एक रिक्वेस्ट करता हूँ कि ये श्री कृष्ण गौशाला है, पूरा दुनिया में ये गाय का महत्व बताने वाले पहले श्री कृष्ण भगवान है. श्री कृष्ण भगवान पूरा उनका बचपन पूरा गायों से गुजारे, तो हम भी उन्होंने गाय के रक्षा कैसे करना, गाय को गाय से जुड़े हुए रहना बोल के उनका बचपन में से ही श्री कृष्ण भगवान अपने को बताया. मगर आज हम कोई भी ये गाय का रक्षा नहीं कर रहे. पूरा देश में 50,000 से लेके 1 लाख गाय कट रहे डेली. पूरा अपना इंडिया में भारत में पूरा बहुत सारे गाय कट रहे. हमारा फर्ज बनता है ये गाय का रक्षा करना. ये देशी गाय है, ये गाय को ऐसा मुंह पर रहता, ये हमारा अपना देशी गाय है. നമ്മുടെ ശരീരത്തിൽ വേണം. ഈ പഞ്ചഗവ്യത്തിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തെ നമുക്ക് നിലനിർത്താനാവൂ. ഇന്ന് ഈ രോഗാതുരമായിട്ടുള്ള കേരളത്തിന്റെ അവസ്ഥ, നമുക്ക് പഞ്ചഗവ്യം ലഭ്യമല്ല. കാരണം 1947 സ്വാതന്ത്ര്യത്തിന് മുമ്പ് 35 കോടി പശുക്കൾ, അന്ന് 35 കോടി ജനങ്ങൾ ഭാരതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ജനതയ്ക്കും ഓരോ പശുക്കൾ വീതം ഉണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ 150 കോടി 140 കോടി ജനങ്ങളുള്ളപ്പോൾ വെറും 2 കോടി പശുക്കൾ ഗോമാതാവ് മാത്രമാണ് ഭാരതത്തിലുള്ളത്. അതുകൊണ്ട് ഗവ്യങ്ങൾ നമുക്ക് സാധ്യമല്ല. ഗവ്യങ്ങൾ കിട്ടാത്തത് കാരണം നമ്മൾ മുഴുവൻ രോഗികളായി തീർന്നിരിക്കുകയാണ്. അതിനുള്ള ഒരു ഇതായിട്ട് ഈ ക്ഷേത്രത്തിൽ, നമ്മുടെ ക്ഷേത്രങ്ങൾ പ്രധാനപ്പെട്ട ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്, ഇവിടെ ഒരു ഗോശാല തുടങ്ങണം. ഇവിടുത്തെ നാടൻ പശുക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ബാലകൃഷ്ണ ഗുരുസ്വാമി, തെലങ്കാന സ്വദേശിയായിട്ടുള്ള ഈ സ്വാമി കാശ്മീർ ശ്രീ ശങ്കരാചാര്യ മന്ദിറിൽ നിന്നും തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ഒരു പദയാത്രയാണ് ഇന്ന് നമ്മുടെ ഈ തലൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെത്തിയത്. അപ്പോൾ ഞാൻ 2 ദിവസം കൊണ്ട് ഈ യാത്രയുടെ കൂടെ സ്വാമിജിക്ക് വേണ്ടി അത്യാവശ്യം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടെയുണ്ട്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ശബരിമലയിൽ വന്നപ്പോഴാണ് ചാനലിലൂടെ കണ്ടിട്ടാണ് എനിക്കറിയാൻ സാധിച്ചത് ഇങ്ങനെ ഒരു സ്വാമി യാത്ര ചെയ്യുന്നു. നമ്മുടെ ഭൂമിക്ക് വേണ്ടി, ഭാരതത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഉള്ള ഒരു യാത്രയാണ്. തീർച്ചയായിട്ടും അതുകൊണ്ട് സ്വാമിയെ സഹായിക്കണം. ഞാനും ഇതുപോലെ സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്കറിയാം ആ നാട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് എനിക്ക് അവരിൽ നിന്നും സംരക്ഷണം കിട്ടിയത്. അപ്പോൾ തിരിച്ചും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, അതിൻ്റെ വില അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്നലെ മുതൽ ഈ സ്വാമിജിയുടെ കൂടെ നമ്മുടെ ഏരിയയിൽ ഒരു സംരക്ഷണമായിട്ട്, സഹായിയായിട്ട് എത്തിയതാണ്. അപ്പോൾ എന്തായാലും ഈ റൂട്ടിൽ തലൂരിലൂടെ വരേണ്ടുന്ന ഒരു യാത്രയല്ലായിരുന്നത്. നമ്മുടെ തലൂർ നാട്ടുകാരുടെ ഭാഗ്യം എന്ന് പറയാം. അല്ലെങ്കിൽ ഇപ്പോൾ പരിഹാര ക്രിയകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ ഗോപാലകനായ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഈ ഗോക്കളെ ഇവിടെ വിളിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെന്തെങ്കിലും കാര്യം കാണും പരിഹാരവുമായിട്ട്. എനിക്ക് തോന്നുന്നു സ്വാമി പറഞ്ഞത് ഇവിടെ ഒരു ഗോശാല വേണം എന്നുള്ള രീതിയിലാണ്. അതിനുവേണ്ടി തന്നെ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ഗോമാതാവിനെ ഇവിടെ വരുത്തിയതാണ് എന്ന് തന്നെ അറിയാം. അതുകൊണ്ട് അതിൻ്റെ ഒരു നിമിത്തമായിട്ട് ഞാൻ മാറിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റൂട്ടിലല്ലായിരുന്നു പോകേണ്ടത്, വേറെ കുന്തിക്കോട് വഴിയുള്ള റൂട്ടിലായിരുന്നു പോകേണ്ടത്. അപ്പോൾ ഇവിടെയൊന്നും ഈ ഗോപാല കൃഷ്ണ ക്ഷേത്രത്തിൽ അടുത്തുള്ള ഒരു ഗോപാലകൃഷ്ണൻ തന്നെയാണ് പറഞ്ഞത് ഇതുവഴി വരണം, ഈ കൃഷ്ണക്ഷേത്രത്തിൽ ഒരു സ്വീകരണം തരണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ റൂട്ടിൽ കൊണ്ടുവരികയും സ്വാമി എടുത്ത് പറഞ്ഞുടനെ സ്വാമി അതിന് വില്ലിംഗ് ആയി ഇതുവഴി തന്നെ പോകാം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. നമ്മുടെ എല്ലാവരുടെയും നാട്ടുകാരുടെ ഒരു ഐശ്വര്യം എന്ന് തന്നെ പറയാം. ഇപ്പം ഈ സമയത്ത് തന്നെ, ഈ പരിഹാരക്രിയ നടക്കുന്ന സമയത്ത് തന്നെ ക്ഷേത്രത്തിൽ വരാൻ നമുക്കെല്ലാം കാണാനൊക്കെ സാധിച്ചത് വലിയ അനുഗ്രഹം തന്നെയായിട്ടാണ് കാണുന്നത്. ഇത് 27-ാം തീയതി കന്യാകുമാരിയിൽ ആണ് ഇതിൻ്റെ സമാപനം. അന്ന് അവിടെ വലിയ പരിപാടികളൊക്കെ നടക്കുന്നതായിരിക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. നമസ്കാരം, പേര് ഗോപാലകൃഷ്ണൻ എന്നാണ്. ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന സമിതി അംഗമാണ്. എൻ്റെ സ്വദേശം കൊട്ടാരക്കര തലവൂരാണ്. ഇവിടെ 2024 സെപ്റ്റംബർ 24-ാം തീയതി
കാശ്മീരിലെ ലാൽ ചൗക്കിൽ നിന്ന് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു ഗോ സംരക്ഷണ പദയാത്ര ആരംഭിച്ചു. 5000-ലേറെ കിലോമീറ്റർ പിന്നിട്ട് കാൽനടയായി യാത്ര ചെയ്യുന്ന ഈ പദയാത്ര നമ്മുടെ പരിസ്ഥിതിയെ വീണ്ടെടുക്കുക, നമ്മുടെ രാജ്യത്തിൻ്റെ തനിമ സംരക്ഷിക്കുക, ഗോ സംരക്ഷണം ഉറപ്പുവരുത്തുക, ഈ ഇന്ന് കാണുന്ന നമ്മുടെ സമൂഹത്തിലെ വിഷപരമായിട്ടുള്ള എല്ലാ ഭക്ഷ്യസാധനങ്ങളെയും വർജിച്ച് ഗോവിനെ സംരക്ഷിച്ച് തനിമയിലേക്ക് മടങ്ങാമെന്നുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ആചാര്യ ബാലകൃഷ്ണജി നടത്തുന്ന ഈ പദയാത്ര, ഈ യാത്ര ഈ വരുന്ന 2025 മാർച്ച് 27-ാം തീയതി കന്യാകുമാരിയിൽ അവസാനിക്കുകയാണ്. ഭാരതത്തിൻ്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കുന്ന കാശ്മീരിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര കന്യാകുമാരിയിൽ അവസാനിക്കുമ്പോൾ പദയാത്രയായിട്ട് 5000-ലേറെ കിലോമീറ്ററുകളാണ് സ്വാമിജിയും അദ്ദേഹത്തിൻ്റെ ഗോമാതാവും മറ്റ് കൂട്ടത്തിലുള്ളവരും കവർ ചെയ്യുന്നത്. എന്നാൽ പശുവിനെ ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ പ്രധാന സ്ഥലങ്ങളിൽ പശുവിന് ഇഷ്ടമുള്ള സ്ഥലം വരെ നടത്തിക്കുക എന്നുള്ള ഒരു തത്വമാണ് അദ്ദേഹം അവലംബിച്ചിരിക്കുന്നത്. അതിന് യാതൊരു ക്ഷീണവും ഉണ്ടാകാതിരിക്കാൻ ഗോമാതാവിനെ വേണ്ട രീതിയിൽ പരിപാലിച്ചുകൊണ്ട് ഒരു AC വാഹനം ഉണ്ട്. അതിനകത്താണ് പശുവിനെ നമ്മുടെ ഗോമാതാവ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പുതിയൊരു തലമാണ് ഗോ സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ യാത്രയിലൂടെ കേരളത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ശബരിമലയിൽ ഇരുമുടിക്കെട്ടുമായിട്ട് ഗോമാതാവ് ദർശനം നടത്തി. അവിടെ പമ്പ കഴിഞ്ഞെത്തിയപ്പോൾ പോലീസുകാരും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ആ യാത്രയെ തടഞ്ഞു. അവർക്ക് കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ഗോമാതാവോ ഒന്നും അവർക്ക് പ്രശ്നമല്ലെങ്കിൽ പോയ സ്വാമിജി പറഞ്ഞു, ഇത് ഏതെങ്കിലും തരത്തിൽ ഇരുമുടിക്കെട്ടുമായിട്ട് വരുന്ന ഗോമാതാവിനെ നിങ്ങൾ തടഞ്ഞാൽ തലമുറകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അധികാരവർഗ്ഗങ്ങൾ ഞെട്ടി മാറിയെന്ന് മാത്രമല്ല സ്വാമിക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ശബരിമലയിൽ ചെയ്തു കൊടുത്തു. അപ്പം അതുകൊണ്ട് യാത്ര നൽകുന്ന സന്ദേശം വ്യക്തമാണ്. പിന്നെ നമ്മുടെ തനിമയിലേക്ക് മടങ്ങുവാൻ, പശുവിലേക്ക് മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ ചാണകവും ഗോമൂത്രവും തന്നെയാണ് ഈ പൃഥ്വിയെ പരിപാലിക്കുന്നത്, അതിൻ്റെ തനിമയെ വീണ്ടെടുക്കുന്നത്. അതുകൊണ്ട് തനിമ വീണ്ടെടുക്കുവാൻ ഈ കെമിക്കലായിട്ടുള്ള പെസ്റ്റിസൈഡ്സ്, കീടനാശിനികളൊക്കെ വെച്ച് മലിനമായ ഭൂമിയെ പരിരക്ഷിക്കുവാൻ 1-2 തവണ കൃഷി ചെയ്യാതിരുന്നിട്ട് ചാണകം വെച്ച് കൃഷി ചെയ്താൽ ആരംഭിച്ചാൽ നമുക്ക് നമ്മുടെ സൗഭാഗ്യങ്ങളെ വീണ്ടെടുക്കാം എന്നുള്ള ആഹ്വാനമാണ് സ്വാമികൾ നൽകുന്നത്. സ്വാമികളുടെ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ യാത്ര ഞങ്ങളുടെ നാട്ടിൽ വരാനും ഇവിടെ ഞങ്ങൾക്ക് വേണ്ടുന്ന അനുഗ്രഹം ചെയ്യുവാനും സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. സ്വാമിജിക്കും ഗോമാതാവിനും എല്ലാ പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് जो गाय के लिए हमारे प्यारे गोभक्त राजीवन जी, वो ऐसा इनका व्लॉग से ये आप सब एक बार देखिए, उसमें गाय के महत्व बता रहे उन्होंने. तो इसीलिए राजीवन जी का व्लॉग्स देखो तो गाय का महत्व देश के लिए ऐसा जो लोग, जो महान लोग जो कार्यक्रम कर रहा उसका वीक्षित करना हम सबका फर्ज बनता है. तो राजीवन जी का व्लॉग्स प्लीज देखिए, प्लीज सब्सक्राइब करिए. भारत माता की जय. ముగ్గురన్న తమ్ములట వస్తున్నాడే నా గజ్జల మురారే, వస్తున్నాడే నా గజ్జల మురారే, వస్తున్నాడే నా గజ్జల మురారే, వస్తున్నాడే మా గజ్జల మురారే, గజ్జల మురారే మువ్వల మురారే, గజ్జల మురారే మువ్వల మురారే, గజ్జల మురారే మువ్వల మురారే, గజ్జల మురారే మువ్వల మురారే. చూడు చూడు వస్తున్నాడు మా గజ్జల మురారే, చూడు చూడు వస్తున్నాడు మా గజ్జల మురారే, ఇరుముడిని నెత్తిన పెట్టి 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 మా గజ్జల మురారే. గోమాతతో పాదయాత్రగా మా గజ్జల మురారే, గోమాతతో పాదయాత్రగా మా గజ్జల మురారే, గోమాతతో పాదయాత్రగా మా గజ్జల మురారే, గోమాతతో పాదయాత్రగా మా గజ్జల మురారే. కాశ్మీరు మొదలుకొని నా గజ్జల మురారే, కాశ్మీరు మొదలుకొని మా గజ్జల మురారే, కన్యాకుమారి
వరకు మా గజ్జల మురారే కన్యాకుమారి వరకు మా గజ్జల మురారే శబరిమలై కొండకు కూడా మా గజ్జల మురారే శబరిమలై కొండకు కూడా మా గజ్జల మురారే పులి మీద వస్తున్నాడే మా గజ్జల మురారే పులి మీద వస్తున్నాడే మా గజ్జల మురారే గజ్జల మురారే మువ్వల మురారే గజ్జల మురారే మువ్వల మురారే